ഹായ് ഗായ്സ്, എല്ലാവർക്കും മോൾഡ് സ്കൂൾ പോഡ്കാസ്റ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ കൊച്ചിയിൽ പോയി കുറച്ച് ചില്ലായി അല്ലേ, കുറച്ച് കൂടുതൽ ചില്ലായി. ഒരു ലക്ഷറിയസ് ട്രിപ്പ് ആയിരുന്നു. അതെ, അതിനുശേഷം നമ്മൾ വീണ്ടും മണ്ണിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മളിങ്ങനെ ഒരു ലക്ഷറി ട്രിപ്പിലേക്ക് കാലെടുത്ത് വെച്ചപ്പോഴത്തേക്ക് എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. നമ്മളവിടെ ട്രിപ്പായിരുന്ന സമയത്ത് കുറച്ച് ഇന്റർനെറ്റ് കത്തിയ സംഭവങ്ങൾ ഉണ്ടായി. റൈഡിങ് ഗിയറുമായിട്ട് അപ്പൊ തന്നെ പുറപ്പെടാന്ന് വിചാരിച്ചു, പക്ഷെ അലക്സ് സമ്മതിച്ചില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ചു. എന്നാലും ഒരു 3 ദിവസത്തിന് ശേഷം വരാന്ന് വിചാരിച്ചു, വന്നു. എന്നാലും ഈ ദിവസം കഴിഞ്ഞാൽ നമ്മൾ ആ ട്രെൻഡ് പോയെങ്കിലും ഇത് സംസാരിക്കേണ്ടതാണ് അല്ലേ. പ്രത്യേകിച്ച് നമ്മൾ സംസാരിക്കേണ്ട, ഒരു അഡ്രസ് ചെയ്യേണ്ട സാധനമാണ്. അത്രയും കത്തി നിന്ന ഒരു സാധനമാണ്. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബിഗ് ബോസ് ഫെയിമില്ലേ, ആദില നൂറയ്ക്ക് ഉണ്ടായ ഒരു ഇൻസൾട്ട്, ഒരു അപമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ഡീറ്റെയിൽ ആയിട്ട് സംഭവം എന്താണെന്ന് പറഞ്ഞു തരാം അറിഞ്ഞൂടാത്തവർക്ക്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദില നൂറയും ഒരു ഹൗസ് വാമിങ്ങിന് പോകുന്നു. അത് ഫൈസൽ മലബാറിന്റെ വീട്ടിലാണ്. ഫൈസൽ മലബാർ എന്ന് വെച്ചാൽ മലബാർ ഗോൾഡിന്റെ ഒരു ഡയറക്ടർ എന്ന് പറഞ്ഞാൽ മറ്റേ ഡയറക്ടർ അല്ല, ഡയറക്ടർ എന്നുള്ള സ്ഥാനത്തിൽ വരുന്ന. അതെ അതെ, അതിന്റെ മെയിൻ ആളുകളുടെ ഒരാളാണ്. അതെ. അപ്പോഴ് പുള്ളിയുടെ ഹൗസ് വാമിൽ ഒരുപാട് സെലിബ്രിറ്റികളും ഭയങ്കര മറ്റേ മീഡിയ കവറേജ് ഉണ്ട്. ഈ സെലിബ്രിറ്റികൾ വരുമ്പോഴും മീഡിയ കവറേജ് വരുമായിരുന്നു. ഈ ഓൺലൈൻ മീഡിയ എല്ലാരും ഉണ്ടായിരുന്നു. അതിൽ കൂടെ നമ്മുടെ ആദില നൂറയും ഉണ്ടായിരുന്നു. ആദില നൂറെ ബിഗ് ബോസിൽ എല്ലാരും ഉണ്ടായിരുന്നു. കത്തി നിന്ന് എല്ലാരും ഉണ്ടായിരുന്നു. അനുമോൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോഴത് ആ മീഡിയ ഫുള്ള് ഇങ്ങനെ ഓരോരുത്തർ പറഞ്ഞതും എല്ലാവരും നമ്മൾ കണ്ട്. ആ ഒരു ടൈമില് അടുത്ത ദിവസം ആയപ്പോഴ് ഇവര് ഈ സെലിബ്രിറ്റികൾ എല്ലാരും വന്നല്ലോ. അടുത്ത ദിവസം ആയപ്പോഴ് ഒരു പോസ്റ്റ്, ഫൈസൽ മലബാറിന്റെ ഒരു പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സമൂഹത്തിൽ പോസ്റ്റ് വായിക്കണം. ഞാൻ വായിക്കണ്ട, പോസ്റ്റ് വേണമെങ്കിൽ നമുക്കൊരു ഇതായിട്ട് കൊടുക്കാം. പുള്ളിക്കാരികളെ ഇൻവൈറ്റ് ചെയ്തത് തന്റെ അറിവോട് കൂടിയല്ല. അവര് വന്നതിൽ കുറച്ചു പേർക്കൊക്കെ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടായെന്ന് അറിഞ്ഞു. അതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്നുള്ള രീതിയിലാണ് ക്ഷമ ചോദിക്കുന്നു പറഞ്ഞു. അവരെ വിളിച്ചത് പ്രശ്നമായി, മോശമായി പോയി എന്നുള്ള രീതിയിൽ. നമ്മുടെ സമൂഹത്തിലെ സദാചാര മൂല്യങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞൊരു ഭയങ്കര ഒരു എഴുത്ത്, സമൂഹത്തിന് മോശം മെസ്സേജ് കൊടുക്കുന്ന, മാതാപിതാക്കളെ കണ്ണീരൊഴിപ്പിച്ച് അങ്ങനെ മോശം സന്ദേശം, യുവതലമുറയ്ക്ക് ഒരു മോശം സന്ദേശമാണല്ലോ ഇതിൽ കൂടെ പോകുന്നതെന്ന് പറഞ്ഞു ഒരു പോസ്റ്റ് ഇട്ട് ഫേസ്ബുക്കിനകത്ത്. അതായിരുന്നു സംഭവം. അപ്പൊ അതിനെ പറ്റിയാണ് ഇന്ന് നമ്മുടെ ചർച്ച. അപ്പൊ എന്താണ് ഉല്ലാസ് ആദ്യമേ പറഞ്ഞു, നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ ആദ്യം വീണ് കിട്ടുന്നതിൽ പിടിച്ച് മുന്നേറാനാണ് അവന്റെ പ്ലാൻ എന്ന് പറഞ്ഞു. പക്ഷെ അത് ഇവര് പൊളിച്ചു. അല്ല, അത് ഒരു മോശം പരിപാടിയായി പോയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരന്റെ അറിവുണ്ടോ ഇല്ലയെന്ന് അറിയണ്ട. അവരെ ഇൻവൈറ്റ് ചെയ്തത് കൊണ്ടാണല്ലോ വന്നത്. പുള്ളിക്കാരൻ ഇൻവൈറ്റ് ചെയ്തില്ലെങ്കിലും പുള്ളിക്കാരന്റെ ടീമിലുള്ള ആരെങ്കിലും വരാൻ സാധ്യതയുള്ളൂ, അല്ലാണ്ട് വരത്തില്ല. ഒരു മറ്റേ ഹൗസ് വാമിങ്ങിനൊക്കെ എല്ലാരും അങ്ങനെ കയറി ചെല്ലൂല. വിളിച്ചവരെ ഹൗസ് വാമിങ് ഉണ്ടെന്ന് പറഞ്ഞാല് എറണാകുളത്ത് നിന്ന് വണ്ടി പിടിച്ച് അവിടെ കുമ്മനടിക്കാനായിട്ട് ഇവരെന്തായാലും കയറൂലല്ലോ. ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള ബിഗ് ബോസ് സത്യം. അതും 2 ദിവസം ആയോളൂ. ആക്ച്വലി പണ്ട് നമ്മൾ ഞാനൊക്കെ പണ്ട് കുമ്മനടിക്കാൻ കല്യാണത്തിനൊക്കെ പോയിക്കൊണ്ടിരുന്നുണ്ട്. പിന്നെ ഇതില് ഫേമസ് ആയതുകൊണ്ട് നീ പോയിട്ടുണ്ട്. അപ്പൊ അതുപോലെ ഇപ്പൊ ഇവരെന്തായാലും പോവില്ല. അപ്പൊ അവരെ വിളിച്ച് വരുത്തിയിട്ടാണ് ഈ പോസ്റ്റ് പുള്ളിക്കാരെ ഇടുന്നത്. അത് ഇത്തിരി ഭയങ്കര വൃത്തിയായിട്ടൊരു പരിപാടിയാണ്. ഇൻസൾട്ട്. കാര്യം അവര് വിളിച്ചു വരുത്തി, അവരെ സന്തോഷമായിട്ട് വീടെല്ലാം കാണിച്ചു കൊടുത്ത് ഹാപ്പിയാക്കി ടാറ്റയും പറഞ്ഞിട്ട് ഇത് നല്ല ഹാപ്പി ആയിട്ട് അവര് വീട്ടിൽ പോയി ഇരിക്കുമ്പോഴേ ഇങ്ങനെ ഒരു പോസ്റ്റ്, പുള്ളി എന്തോന്ന് വന്നതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞ ഒരു പ്രസൻസ്, അവരുടെ പ്രസൻസ് ബാക്കിയുള്ളവരൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായി എന്നുള്ള രീതിയിലാണ് അത് പുള്ളിക്കാരൻ എഴുതിയത്. മറ്റേ ഈ ബിഗ് ബോസിലാണെങ്കിൽ പോലും ഇവരാണ് കുറച്ചുകൂടെ കൂടുതലായിട്ട് ഈ ബുദ്ധിമുട്ട് അനുഭവിച്ചത്. മറ്റേ ഫാമിലി വീക്കിലൊന്നും ആരും വന്നില്ല, പിന്നെ വീട്ടിൽ കയറ്റാൻ കൊള്ളൂല എന്നുള്ള രീതിയിലൊക്കെ പുള്ളിക്കാരി അവര് പറഞ്ഞു. അപ്പൊ അതൊക്കെ അങ്ങനത്തെ ചർച്ചകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതില് ഭയങ്കര ആക്റ്റീവായിട്ട് ഇരുന്ന ടൈമിലാണ് ഇത്. ചർച്ചകൾ മാത്രമല്ല, അത് ഇങ്ങനെ അത് അറിയുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഫാമിലി വീക്കിൽ ആരും ഇല്ല. ഇടയ്ക്ക് വെച്ച് എന്തോ അക്ബറിന്റെ ഉമ്മ വിളിച്ചിട്ട് അവരുമായിട്ട് കൂട്ടില്ല. പക്ഷെ അതല്ല പറഞ്ഞതാണ് പറയുന്നത്. അങ്ങനെ അത് പുള്ളി എന്ന് വെച്ചാൽ ആദിലയും നൂറെ അത് ഡിസ്കസ് ചെയ്തായിരുന്നു. ഒരു പണ്ട് പറഞ്ഞില്ലെന്നാണ് അവര് പറയുന്നത്.
അപ്പൊ അങ്ങനത്തെ ഒരു സാധനമാണ് പറഞ്ഞത്. അല്ല അവര് കൊറേ അനുഭവിച്ചിട്ടുണ്ട് ഈ ഇത്രയും അല്ല അവര് കുറച്ച് ഒരുപാട് ട്രോമ ഒരുപാടുണ്ടായിരുന്നു. അവരെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയി, പബ്ലിക് ആയിട്ടൊക്കെ എന്തൊക്കെയോ ഒരുപാട് അപമാനിച്ച് അങ്ങനെയൊക്കെ ഇഷ്ടം പോലെ. പിന്നെ അവര് കോടതി പോയിട്ടാണ് അവർ ഒന്നിച്ച് ജീവിക്കണ തന്നെ. കോടതി പോയി ലീഗലായിട്ടുള്ള ഇതും എല്ലാം വെച്ചിട്ട് കോടതി അനുവദിച്ചാണ് ഇപ്പൊ ജീവിക്കുന്നത്. അപ്പൊ അത്രയും സംഭവങ്ങൾ അനുഭവിച്ചിട്ടാണ് ഇപ്പോഴുള്ള രീതിയിൽ വന്നിരിക്കുന്നത്. എന്നിട്ട് വീണ്ടും ഇങ്ങനെ അപമാനങ്ങളും ഇങ്ങനെ ആൾക്കാർ വിളിച്ചുവരുത്തി അപമാനിക്കുന്നത് അത് ഇത്തിരി പ്രശ്നമാണ്. അത് ഫൈസൽ കാണിച്ചത് വളരെ മോശമായിട്ടുള്ള പരിപാടി, വളരെ മോശം. പിന്നെ പുള്ളിയുടെ ഈ കോൺസെപ്റ്റും ചിന്താഗതിയുമായിട്ട് എന്ന് പറഞ്ഞാൽ ഈ ഇങ്ങനെയുള്ള ആൾക്കാർ സമൂഹത്തിന് മോശം മെസ്സേജാണ് കൊടുക്കുന്നത് എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാർ ഇപ്പൊ കൂടുതലാണ്. അത് കൂടുതലാണ്. അത് കമന്റ്സിൽ ഒരുപാടുണ്ട്. മിക്ക ആൾക്കാരും പണ്ടത്തെ പോലെയല്ല. പണ്ട് നമ്മള് പോഡ്കാസ്റ്റ് ചെയ്ത ടൈമിലൊക്കെ നമ്മൾ പണ്ട് തുടക്ക ടൈമിൽ തന്നെ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞൊരു പോഡ്കാസ്റ്റ് കുറച്ചും കൂടെ വെൽക്കമിങ് ആയിരുന്നു. അതിനെപ്പറ്റി കൂടുതൽ ഇത് കുറച്ച് അറിവൊക്കെ ഉള്ള അങ്ങനെയൊക്കെ ഇത്. പക്ഷെ ഇത് അങ്ങോട്ട് മറ്റേ ഇത് നോർമലൈസ് ചെയ്യാൻ പാടില്ല, ഇത് കണ്ട ആൾക്കാര് പഠിക്കുന്നു, ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നു എന്നൊക്കെ ഉള്ള ഒരു ചർച്ചയും കാര്യങ്ങളും. പിന്നെ വേറൊരു ചർച്ച എനിക്ക് തോന്നുന്നു, ഇത് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ തുടർന്നു കൊണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യകുലം വംശനാശം വരും, അങ്ങനെയും ചർച്ചകൾ നടക്കുന്നു. പിന്നെ പെൺകുട്ടികൾ പ്രസവിക്കാതെ ഇരിക്കും, അങ്ങനെ ചർച്ച വരുന്നു. അങ്ങനെ മൊത്തത്തിൽ ഇത് ഇങ്ങനെയാണ് കൊണ്ടുപോകണം, റൂട്ട് ഇങ്ങനെയാണ് കൊണ്ടുപോകണം. പിന്നെ ഇതൊരു ആശയമായിട്ട് പറയുന്നു, LGBTQ മറ്റേ ഹോമോസെക്ഷുവാലിറ്റി അജണ്ട. പിന്നെ ആശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആശയത്തിനോട് യോജിപ്പില്ല എന്ന് പറയുന്നു. ഇത് സത്യം പറഞ്ഞ ഒരു ആശയമല്ലല്ലോ. ഇവരോട് അതായത് ഈ ആദില നൂറയിലോട് കുഴപ്പമില്ല, പക്ഷെ ഈ ആശയത്തിനോട് എതിർപ്പാണ്. ഇതൊരു ആശയമാവാം, ഇത് വേറെ ആശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഐഡിയ അങ്ങനെയൊക്കെ ഉള്ള കാര്യമല്ലേ. ഇത് സയന്റിഫിക്കലി കുറച്ച് കാര്യങ്ങളും ന്യൂറോളജിക്കലി ഉള്ള സാധനമല്ലേ. പക്ഷെ ഇത് ആശയം എന്ന് പറയുമ്പോ അല്ല, ഈ ആശയത്തിനോട് ഈ ഒരു സയന്റിഫിക് അപ്രോച്ച് ഇപ്പം എനിക്ക് തോന്നുന്ന പല കാര്യത്തിനോടും ഇപ്പൊ സയന്റിഫിക് അപ്രോച്ച് കൂടുതലും ഈ മതപരമായിട്ടുള്ള കാര്യങ്ങളോ ഈ ഇപ്പൊ യൂട്യൂബിന്റെ സാധനത്തിലൊക്കെ ആണെങ്കിലും ഇവര് ഭയങ്കരമായിട്ട് അങ്ങ് കേറി അല്ല ഇതിന്റെ ഒരു ടെക്നോളജി മനസ്സിലാക്കിയപ്പോഴത്തേക്കും നന്നായിട്ട്. ഇപ്പൊ പണ്ടൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ ഈ യൂട്യൂബ് അല്ലെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ സയൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള നമുക്ക് എന്തെങ്കിലും അറിയണം എന്നുള്ളൊരു സാധനങ്ങൾക്ക് വേണ്ടി മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതൊരു പ്രൊപ്പഗണ്ട മെഷീൻ പോലെ വർക്ക് ചെയ്യാൻ തുടങ്ങിയത് എനിക്ക് തോന്നുന്നത് ഈ അടുത്ത കാലത്താണ്. ഈ എല്ലാ മതപരിപാടികൾക്കും യൂട്യൂബ് ചാനലും ഉണ്ട്, മതപ്രഭാഷകർക്ക് യൂട്യൂബ് ചാനലും ഉണ്ട്. അത് ജാതി മത ഭേദമന്യേ എല്ലാവർക്കും ഉണ്ട്. അതിങ്ങനെ അതുവഴിയാണ് ഇപ്പൊ എല്ലാരും ഇത് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഒരു ഹോമോസെക്ഷുവാലിറ്റിയെ കുറിച്ച് എതിർപ്പായിട്ട് ഭയങ്കര രീതിയിൽ ഹേറ്റായിട്ട് നമ്മളൊരു പ്രഭാഷണം നടത്തേ, ഭയങ്കര യൂട്യൂബിൽ ചർച്ച ചെയ്യേ, അതിനെപ്പറ്റി ചർച്ച ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും കമന്റിൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടായിരുന്നു, കൂടുതൽ ആ ഒരു ഓഡിയൻസ് കൂടുതലാണ് സപ്പോർട്ട് ചെയ്യാൻ, ആ ഒരു ക്ലൗട്ട് കൂടി. പണ്ടാണ് അങ്ങനെയല്ലായിരുന്നു. അല്ല, പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ ഒരു സമയത്തല്ല നമ്മളെ ടൈം എന്ന് വെച്ചാൽ പോസ്റ്റ് കോവിഡ് ടൈമാണ്. അല്ല, ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നമ്മളിപ്പം എന്തെങ്കിലും ഒരു എന്തെങ്കിലും സാധനം എങ്ങനെയാണ് ചെയ്യണത്, എന്താണ് സംഭവം, അങ്ങനത്തെ രീതിയിലൊക്കെ നോക്കാം, അല്ലെങ്കിൽ ഫൺ എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിൽ. പിന്നെ ഈ കോവിഡിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്പലത്തിൽ പോണ്ട അല്ലെങ്കിൽ പള്ളിയിൽ പോണ്ട, ഇവർക്ക് വീട്ടിൽ തന്നെ പ്രയർ കാണിച്ചെത്തിച്ചു കൊടുക്കുന്ന ഒരു സംഭവമായി. അപ്പൊ ഓഡിയൻസും ഇങ്ങനത്തെ ഓഡിയൻസും കുറെ പേര് വന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ആ ഓഡിയൻസിന്റെ കമന്റുകളായിരിക്കാം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവമായിരിക്കാം ഇപ്പോഴും ഇങ്ങനത്തെ വരുന്നത് തോന്നുന്നു. ഇപ്പൊ നമ്മൾ മറ്റേ ഫൈസൽ എന്ന് പറഞ്ഞ പുള്ളിക്കാരന്റെ കാര്യത്തിലോട്ട് വരുന്നെങ്കിൽ ചിലപ്പം ഒരു പ്രഷറും കാണും. പുള്ളിക്കാരൻ ഒരു ബിസിനസ്സുകാരനല്ലേ, അപ്പൊ ഈ ഒരു കമ്മ്യൂണിറ്റിന്നോ അല്ലെങ്കിൽ ബിസിനസ്സുകാരാണെങ്കിൽ എന്തായാലും അവർക്ക് ഈ മെജോറിറ്റി എന്താണ് ഒപ്പീനിയൻ എന്നുള്ളത് നോക്കിയിട്ട് തീരുമാനം എടുക്കാം. മിഡിൽ ഈസ്റ്റിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ അവിടെയൊക്കെ ബാൻഡ് അല്ലേ, അങ്ങനെയൊക്കെ കൊണ്ട് ആ ഒരു ബിസിനസ്സും പിന്നെ മറ്റേ ആൾക്കാരെയും കൂടെ പ്രീതിപ്പെടുത്താനും ആ കമ്മ്യൂണിറ്റിയെയൊക്കെ ഒന്ന് പ്രീതിപ്പെടുത്താനും അതിലൊക്കെ അക്സെപ്റ്റൻസ് പോവാതിരിക്കാനും ഒക്കെ വേണ്ടിയായിരിക്കും. ചിലപ്പോ അതായിരിക്കാം, പറയാൻ പറ്റില്ല. എന്തായാലും പുള്ളിക്കാരെ അത് കഴിഞ്ഞിട്ട് ആ ഇഷ്യൂവിനൊക്കെ ശേഷം ഒരു ക്ഷമ പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റ് വിട്ടിട്ടുണ്ട്. വേറൊരു പ്രഷർ, അത് മെജോറിറ്റി ഇങ്ങനെ ഇത് അഗെയിൻസ്റ്റ് ആയി എന്നറിഞ്ഞപ്പോ പുള്ളി കണ്ടപ്പോഴ് മറ്റേ ഓഡിയൻസ് ഇങ്ങനെ പറയുന്നു
ഓഡിയൻസും മറ്റേ ഇത് എങ്കിൽ മറ്റേ ടിആറിന്റെ അടുത്തൊക്കെ പറഞ്ഞു. എനിക്ക് 100% ഈ ബിസിനസ്സുകാരായാലും ആക്ടേഴ്സ് ആയാലും എവരായാലും അവർ സ്വന്തമായിട്ട് ചെയ്യുന്നില്ല. എല്ലാം PR അല്ലെങ്കിൽ ലീഗൽ അഡ്വൈസോ, അത് ആ ഫ്രെയിം ചെയ്തേക്കണതൊക്കെ വായിച്ചു നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും മറ്റേ കേസ് വരാത്ത രീതിയിലായിരിക്കും എഴുതി. അങ്ങനെ ചെയ്യും, അങ്ങനെ ചെയ്യുള്ളൂ. അങ്ങനെ അപ്പോഴേ ഈ ഇതും കാര്യങ്ങളും ഇങ്ങനെ എല്ലാരും കൂടെ പള്ളു വിളിക്കുന്ന കേട്ടപ്പോ ആ ഒരു ഇതിലെയും കൂടെ ഒന്ന് പ്രതിപ്പെടുത്താൻ വേണ്ടി അടുത്ത അത്രേ ഉള്ളൂ. ഇതിപ്പം എന്തോ അവർക്കെതിരെയുള്ള ഹേറ്റ് ക്യാമ്പയിൻ നിർത്തണം എന്നുള്ള രീതിക്കൊക്കെയാണ് പുള്ളി പുള്ളിക്കാരി ഇത് ഒരുപാട് ആൾക്കാർ തന്നെ ഇത് ഈ ആദില നൂറെ ഇൻസൾട്ട് ചെയ്തില്ലേ, അത് തന്നെ കൂടുതൽ കർമ്മയാണ്, അനുമോളിന്റെ അടുത്ത് കാണിച്ച ഇതുകൊണ്ട് കർമ്മയാണ് വേണം, അങ്ങനത്തെ രീതിയിലൊക്കെയാണ് കമന്റ് ചെയ്യണത്. മനസ്സിലായില്ലേ? അതൊക്കെ ഒരാള് അത് പിന്നീട് അത് ബിഗ് ബോസിലെ കാര്യങ്ങള് അത്, പക്ഷെ ഇതിന്റെ ആ ഗെയിം കാര്യങ്ങളാ ഇതിന്റെ അത് അല്ല. ഇതില് പക്ഷെ ഈ ആശയം ഒരു ഭയങ്കര പ്രശ്നമാണ് എന്നുള്ള രീതിയിൽ പറയുന്നില്ലേ, അത് ആക്ച്വലി എങ്ങനെ ഈ ഇപ്പം നീ തൊപ്പിയുടെ ലൈവ് ഒക്കെ കാണിച്ചപ്പോ തന്നെ തൊപ്പിയും പറയുന്നുണ്ട് മറ്റേ ഇവര് ആശയത്തോടെതിരാണ്. പക്ഷെ അതിലൂറെ കുഴപ്പമില്ല, അവര് ജീവിക്കട്ടെ, അവര് ആശയത്തോടെ LGBTQ എന്ന ആശയത്തോടുകൂടി എതിർപ്പാണ് എന്ന് വെച്ചാൽ അതിനോട് വിയോജിപ്പുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും ഇപ്പോഴത്തെ കാലത്ത് അവര് അത് അങ്ങനെ ആശയമാണെന്നാണ് അവര് ഇങ്ങനത്തെ ഉള്ളൊരു അവര് തന്നെ പറയുന്നത്. പക്ഷെ ഇത് ആ ഒരു ആശയം അല്ല, അല്ലെങ്കിൽ സയന്റിഫിക് ആയിട്ടുള്ള സയന്റിഫിക് ആയിട്ട് കുറെ പഠനങ്ങളും കാര്യങ്ങളും വെച്ച് നമ്മള് എംബ്രിയോന്ന് തന്നെ ഇത് ഉണ്ടാവും എന്നുള്ള അങ്ങനെയാണല്ലോ ഇതിന്റെ ഒരു ഇത് പറയുന്നത്. അങ്ങനെയുള്ള കാരണം എങ്ങനെ ആശയം എന്ന് പറയാൻ വെക്കും? ആശയം എന്ന് പറയുമ്പോഴ് ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് ഒരു ആശയം, സോഷ്യൽ, അതെല്ലാം ആശയം, ഐഡിയോളജി അതെല്ലാം ആശയം. ഇതെങ്ങനെ ആശയമാവണത്? ഇത് ഒരു ഇപ്പം അവർക്ക് ഇപ്പൊ നമ്മള് ഹെട്രോസെക്ഷൽ ആണെന്ന് വെച്ചോ, അങ്ങനെയാണെങ്കിൽ അത് ആശയമാണോ? അല്ല, അത് ആശയമല്ലല്ലോ. അതേപോലെ തന്നെ മറ്റേതും അത് പക്ഷെ ആരും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ആരും എന്നല്ല, കുറെ ഒരു മെജോറിറ്റി ഓഫ് ആൾക്കാർ അത് അക്സെപ്റ്റ് ചെയ്യണില്ല. അതെന്തോ സിന്നാണ് എന്നുള്ള രീതിയിലാണ് കാണുന്നത്. ഈ പ്രത്യുൽപാദനം നടക്കുന്നില്ല എന്നുള്ളൊരു സംഭവമാണ്. എനിക്ക് വംശനാശം നടക്കുന്നു എന്നുള്ള ഒരു സാധനമാണ് എല്ലാവരുടെയും ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിന് മറ്റേ സ്നേഹം എന്നുള്ളതല്ല, ഇതിനെ ഡിഫെൻഡ് ചെയ്യുന്നതും ഈ ഒരു ആശയത്തിന് യോജിക്കുന്നില്ല എന്ന് പറയുന്നതിന്റെ കാരണം മനുഷ്യകുലം വംശനാശം വന്നു പോവും, ഡൈനോസർ പോലെ ആയി പോവും, അങ്ങനത്തെ രീതിയിലാണ് ചർച്ചകൾ കിടക്കുന്നത്. അല്ല, ഇത് പണ്ട് മറ്റേ ആഫ്രിക്കൻസിനെ കാണുമ്പോൾ അവർക്കും അവരെ ഒരു സബ് ഹ്യൂമൻസ് ആയിട്ടല്ലേ കണ്ടുകൊണ്ടിരുന്നത്. അപ്പൊ അവരുടെ സിങ്ക് ആവുന്നത് അല്ലെങ്കിൽ അവരുമായിട്ട് ഇണചേരുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു സിന്നായിട്ട് അല്ലെ ഭയങ്കര ഒരു ക്രൈം ആയിട്ടാണ് അമേരിക്കയിലൊക്കെ പണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് കുറെ അന്നും ഇതേപോലെ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരിക്കും. ഈ ഇവര് കുരങ്ങന്മാരായിട്ടാണ് കമ്പയർ ചെയ്തുകൊണ്ടിരുന്നത്, മനുഷ്യന്മാരായിട്ട് പോലും കമ്പയർ ചെയ്തിട്ടില്ല. അതുപോലെയാണ് ഇവരെയും കാണുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു മനുഷ്യൻ എന്നുള്ളതിനേക്കാൾ വേറെന്തോ ആൾക്കാര് അങ്ങനത്തെ രീതിയിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവരെ അങ്ങ് വേർതിരിച്ചങ്ങ് ഇപ്പോഴത്തെ ഒരു അത് ഇപ്പോഴാണ് 2025 2024 ആ ഒരു ടൈമിലാണ് ഇത് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം അവിടെ തന്നെ ബിഗ് ബോസിൽ തന്നെ വീട്ടിൽ കയറ്റാൻ കൊള്ളൂലെന്ന് പറയുക. ആക്ച്വലി ഇവർ രണ്ടുപേരും കുറച്ചുകൂടെ നല്ലൊരു ബെസ്റ്റ് ഒരു ലെസ്ബിയൻ കപ്പിൾസ് പോലെ എനിക്ക് തോന്നി. ഐ മീൻ വന്നിട്ടുള്ള ബിഗ് ബോസിൽ വന്നിട്ടുള്ള ആൾക്കാർക്ക് കുറച്ചുകൂടെ മനസ്സിലായി അവര് ഈ ലെസ്ബിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെക്സ് മാത്രമല്ല, ഈ ഒരു സ്നേഹമുണ്ട്, ഒരു അടുപ്പമുണ്ട്, സാധാരണ കപ്പിൾസിനെ പോലെ തന്നെയാണ്, സാധാരണ ആൾക്കാരെ പോലെ തന്നെയാണ് എന്നുള്ള അവര് കുറച്ചുകൂടെ കാണിച്ചു കൊടുത്തു. അത് ഇങ്ങനെ പറയാതെ 24 മണിക്കൂർ LGBT എന്ന് പറഞ്ഞ് അങ്ങനെ പോലും കാണിക്കാതെ ചുമ്മാ പുഷ് ചെയ്യാതെ ഫോഴ്സ് ചെയ്യാതെ നന്നായിട്ട്. എനിക്കൊന്ന് റിയാസിനൊക്കെ ഹേറ്റ് വരാൻ കാരണം ഒരുപാട് ഇങ്ങനെ എപ്പോഴും അത് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്ന ചില എന്തെങ്കിലും ഒരു ഇതിനൊക്കെ മേക്കപ്പ് ചെയ്യുന്ന LGBTQ സംഭവം, അല്ലെങ്കിൽ നീ മറ്റേ അങ്ങനത്തെ LGBTQ-എതിരെ പറഞ്ഞ രീതിയിൽ ആക്കിയിട്ടൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ആ ബിഗ് ബോസ് ടൈമിൽ തന്നെ റിയാസ് വന്നതിന് ശേഷമാണ് അവർക്ക് കുറച്ച് ഹൈപ്പും കൂടിയത്, കുറച്ച് ഓട്ടൊക്കെ കിട്ടി, കുറച്ച് ദിവസം നിന്ന് തന്നെ. പക്ഷെ അത് ഇവര് നന്നായിട്ട് അത് ടാക്കിൾ ചെയ്ത് വന്നതായിരുന്നു ഈ ആദില നൂറ. എന്ന് പറഞ്ഞാൽ നമ്മളെ സെക്ഷുവാലിറ്റി ഇല്ലേടാ, നമ്മളിപ്പം ഇവരെ ഇങ്ങനെ ഇതിനെ അങ്ങനത്തെ രീതിയിലാണ് ഇതെന്തോ വലിയ സംഭവം. അവരെ സാധാരണ ആൾക്കാരെ പോലെ ജീവിക്കുന്നു.
അപ്പൊ എപ്പോഴും സെക്സ് ഒന്നും അല്ലല്ലോ. അല്ല അല്ല. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഫെറ്റിഷ് കാണൂലേ, എന്തെങ്കിലും സെക്ഷൽ ഫാന്റസി കാണൂലേ, അത് എപ്പോഴും അയ്യേ അങ്ങനെയല്ലല്ലോ, ആരും കാണുന്നില്ലല്ലോ. അല്ല, ഈ ഗേ ലെസ്ബിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്സ് എന്നുള്ള രീതിക്ക് മാത്രമാണ് ആൾക്കാർ കണ്ടുകൊണ്ടിരുന്നത്. മറ്റേ കോൽക്കളി ഇത് എന്നുള്ള രീതിയിൽ മാത്രമാണ് ഇത് കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇവര് വന്നപ്പോൾ അവർ നല്ലതായിട്ട് ചേഞ്ച് ചെയ്തു. ഈ സെക്സ് എന്നുള്ള സാധനം അല്ല, അതിനേക്കാൾ കൂടുതൽ വേറൊരു സ്നേഹം അല്ലെങ്കിൽ ഒരു ബോണ്ട് അല്ലെങ്കിൽ അടുപ്പം. അതെ അവര് തമ്മിലുള്ള അടുപ്പം, അതാണ് അവര് കാണിച്ചത്. അത് ഭയങ്കര ഒരു കാര്യമാണ്. ഇതായിരുന്നു ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ. പക്ഷെ ഈ ഒരു സാധനം പോലും ഇപ്പൊ ഭയങ്കര ഇഷ്യൂ ആണ്. ഇത്രയും നല്ലൊരു എക്സാമ്പിൾ ഇനി കാണിക്കാന്ന് വെച്ചാൽ ഭയങ്കര പാടായിരിക്കും. ഈ മുന്നത്തെ സീസണിലൊക്കെ എനിക്ക് തോന്നുന്നു മുന്നത്തെ സീസണിലൊക്കെ അവർ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ അക്സെപ്റ്റൻസ് അവർക്ക് അന്ന് കിട്ടിയ ഇന്നത്തെ ഒരു ഹേറ്റിനെ കാട്ടി. പിന്നെ അതില് ലക്ഷ്മിയുടെ കാര്യം, ലക്ഷ്മി വീട്ടിൽ കയറ്റാൻ കൊള്ളൂലെന്ന് പറഞ്ഞു, വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ആൾക്കാരാണെന്ന് പറഞ്ഞു. അത് സ്വന്തം വീട്ടിലല്ല, മറ്റേ വേറൊരാളുടെ വീട്ടിൽ കയറ്റില്ല. ഇങ്ങനത്തെ രീതിയിലുള്ള സംസാരവും കാര്യങ്ങളും. പക്ഷെ അതും ഈ ഒരു എനിക്ക് തോന്നുന്നു പുള്ളിക്കാരിയെ കുറച്ചുകൂടെ നിർത്താനോ ആ ഒരു എതിർക്കണ അവരെ സപ്പോർട്ട് കിട്ടാനൊക്കെ വേണ്ടിയായിരിക്കും എന്നാണ് എനിക്ക് തോന്നിയത്. എനിക്ക് ആ ബിഗ് ബോസിൽ നിന്നിട്ട് പുള്ളിക്കാരി മറ്റേ ഹോമോഫോബിക് ആയിട്ട് തോന്നിയില്ല, ഒരു ഫേക്ക് ഹോമോഫോബിക് ആയിട്ടാണ് തോന്നിയത്. പുള്ളിക്കാരി പക്ഷേ മറ്റേ UK ജോലി ചെയ്യുന്നത്, അവിടെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത് ഭയങ്കര ഇഷ്യൂ ആണ്. ഈ ഇങ്ങനത്തെ സംഭവമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജോലിക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാനൊക്കെ ഭയങ്കര പാടാണ്. പക്ഷെ എന്നിട്ട് അവരത് പറഞ്ഞു. അത് ഭയങ്കര, അത് എനിക്ക് തോന്നുന്നത് ഇത് തന്നെയാണെന്ന് തോന്നുന്നു. ഈ ഒരു ഇപ്പൊ ആൾക്കാരുണ്ട് ഇത് ഭയങ്കര രീതിയിൽ ചർച്ച ചെയ്യാനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഈ ആശയപരം എന്ന് പറയൂലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അനുവദിച്ചു കൊടുത്തുകൂടാ, കുട്ടികൾ വഴിതെറ്റും, ഇവരെ കണ്ട് ബാക്കിയുള്ള കുട്ടികൾ പഠിക്കുമെന്ന് അങ്ങനെ എന്തൊക്കെയാണ് പറയുന്നത്, കുട്ടികൾ ഇൻഫ്ലുവൻസ് ആവുമെന്നാണ്. പക്ഷെ ഇത് എനിക്ക് തോന്നുന്നു ഈ സ്കൂളുകളിലും കുറച്ച് പറയുന്ന കണക്ക് ഇതിനെ പറ്റിയിട്ടുള്ള ബോധവൽക്കരണം കൊടുക്കേണ്ടതല്ലേ, അല്ലെങ്കിൽ ക്ലാസ്സിലൊക്കെ അല്ലെ നമ്മുടെ പഠിക്കുന്നതിൽ ഉൾപ്പെടുത്താനുള്ളതല്ലേ. ഇപ്പോഴത്തെ സിലബസ് ഉണ്ടായില്ലെന്ന് അറിഞ്ഞൂടാ, എങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞു. കാര്യം നമ്മളെ പഠിച്ച സമയത്ത് സെക്സ് എഡ്യൂക്കേഷൻ പോലും വന്നില്ല. അപ്പൊ ഇനി ഇത് അവിടെ റീപ്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ. അല്ല, ഈ ടീച്ചേഴ്സിന് തന്നെ ഒരു ഇത് വേണ്ടേ, നമ്മൾ പഠിപ്പിക്കുന്ന ആൾക്കൊരു ഗ്രാഹ്യം വേണ്ടേ, ഇത് ഇന്ന സാധനമാണ് സംഭവമാണ്. ആണും പെണ്ണും മാത്രമല്ല ഇങ്ങനെ അതുണ്ടെന്നുള്ള ഒരു സാധനം എനിക്ക് തോന്നുന്നു കൊച്ചിലെ തൊട്ട് ഇങ്ങനെ പഠിപ്പിച്ച് വന്നാൽ മാത്രമേ ഇനിയുള്ള ഒരു ടൈമില് ഇതൊരു മെന്റൽ ഡിസോർഡർ അല്ല. അതാ പറയാൻ വന്നു. ഈ സൈക്കോളജിസ്റ്റില് പണ്ട് കുറെ ആൾക്കാര് പോവായിരുന്നു ഇതൊരു അസുഖം എന്നുള്ള രീതിയിൽ പോയി ചികിത്സിപ്പിക്കാനൊക്കെ ആയിട്ട് കൊണ്ടുപോകാം. സൈക്കോളജിസ്റ്റിൽ തന്നെ എനിക്ക് അറിഞ്ഞോളൂ, ഇപ്പോഴും നല്ല മാറിയിട്ടുണ്ട്. LGBTQ സ്പെഷ്യലൈസ് ചെയ്യുന്ന സൈക്കോളജിസ്റ്റുകളൊക്കെ കാണും, പക്ഷെ എന്നാലും കുറവായിരിക്കും. പക്ഷെ ഇപ്പോഴും ഈ സൈക്കോളജിസ്റ്റുകൾക്ക് പോലും ചിലപ്പോ മനസ്സിൽ അവർക്ക് തന്നെ ഒരു ഇത് നോർമൽ അല്ലല്ലോ എന്നുള്ള രീതിയിൽ അവരും കൗൺസിലൊക്കെ ചെയ്യുള്ളൂ. അപ്പൊ അതും മാറേണ്ടതാണെന്നല്ല, അതൊരു ഇപ്പൊ പിള്ളേർക്ക് പഠിപ്പിച്ചു കൊടുക്കണേക്കാട്ടി ആൾക്കാർ ഈ മുതിർന്ന ആൾക്കാർ കുറെ പഠിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനി പിള്ളേരെ മുതിർന്ന ആൾക്കാര് അത് അക്സെപ്റ്റ് ചെയ്ത് കുറച്ചും കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ മനുഷ്യരാണ്, അവരെ ചേർത്ത് നിക്കണം, ഇതൊന്നും മാറ്റാൻ പറ്റൂല, അവരെ അടിച്ചെന്നോ പിടിച്ചെന്നോ വെച്ചിട്ട് മാറ്റാൻ പറ്റൂല എന്നുള്ള ഒരു ബോധമെങ്കിലും വേണം ആൾക്കാർക്ക്. പിന്നെ ഇതിന്റെ ഒരു അവര് കൗണ്ടറായിട്ട് പറയണ ഈ വംശനാശമാണ്. അല്ല, പക്ഷെ ഈ ഹോമോസെക്ഷാലിറ്റി മനുഷ്യർക്ക് മാത്രമുള്ള സാധനമല്ല, അത് മൃഗങ്ങളിലും കാണപ്പെടാറുള്ള ഒരു പ്രതിഭാസം തന്നെയാണ്. അല്ല, സംഭവം എന്ന് പറഞ്ഞാൽ ഇവർക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റൂല എന്നുള്ള ഒരു നെഗറ്റീവ് അല്ലേ എല്ലാരും പറയുന്നത്. കാരണം ഈ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇപ്പം എനിക്ക് അറിയുന്നുണ്ട്, എന്റെ ലിമിറ്റഡ് നോളേജ് വെച്ചിട്ട് ഈ കുറച്ചുകൂടെ ഈ മതപരമായിട്ടുള്ള ആൾക്കാരാണ് ഇത് പറയുന്നതെന്ന് തോന്നുന്നു. അത് കമ്മ്യൂണിറ്റി സ്ട്രെങ്ത് കുറയും എന്നുള്ള രീതിക്ക് പറയുന്നതാണെന്നാണ്. കമ്മ്യൂണിറ്റി സ്ട്രെങ്ത്, കമ്മ്യൂണിറ്റി ആണല്ലോ വോട്ട്, അതാണല്ലോ ഒരു സംഭവം. അപ്പൊ അതിന്റെ ഒരു സ്ട്രെങ്ത് കുറയും എന്ന് വിചാരിച്ചിട്ട് പറയുന്നതാണെന്ന് തോന്നുന്നു. പിന്നെ സ്ത്രീകൾക്ക് അവരുടെ ചൂസ് ചെയ്യാന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അവരുടെ സെക്ഷുവാലിറ്റി ചൂസ് ചെയ്യാന്ന് പറയുന്ന സാധനം, അതൊരു ചിലർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. അത് അക്സെപ്റ്റ് ചെയ്യണം. പിന്നെ ഈ നേരത്തെ പറഞ്ഞ കണക്ക് റീപ്രൊഡക്ഷന്റെ സാധനത്തിന് ഇപ്പൊ ടെക്നോളജി ഇഷ്ടം പോലെ വളർന്നല്ലോ, ടെക്നോളജി ഇഷ്ടം പോലെ വന്നടാ. എന്നാലും
അങ്ങനെ മനുഷ്യകുലം മറ്റേ വംശനാശം വരുമെന്നുള്ള സാധനമില്ലേ, അതെന്തായാലും ഉണ്ടാവൂലല്ലോ. അതൊക്കെ ചുമ്മാ നമുക്ക് സംസാരിക്കാന്നുള്ള കാര്യമല്ലേ. എന്തായാലും ഈ ഹോമോസെക്ഷുവാലിറ്റി നമ്പറും ഈ നമ്പരും വെച്ച് നോക്കുമ്പോൾ അത് നെഗ്ലിജിബിളാ, 0 തള്ളിക്കളയാൻ പറ്റുന്ന സാധനങ്ങളാണ് അത് വെച്ച് നോക്കുകയാണെങ്കിൽ. അപ്പോഴെന്തായാലും അത് അങ്ങനെ ഒരു സംഭവം വരൂലല്ലോ. അല്ല, എന്നാലിപ്പോ ഈ യൂട്യൂബിൽ ഇപ്പോഴത്തെ കാലത്ത് യൂട്യൂബിൽ എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ഹോമോഫോബിക് ആയാലും ഓരോരോ ഫോബിക്കുകളുണ്ടല്ലോ, കുറച്ചുകൂടെ എക്സ്ട്രീം ആയിട്ടുള്ള രീതിയിലാണല്ലോ ആൾക്കാർ മുന്നോട്ട് പോകണം. അതെന്തുകൊണ്ടായിരിക്കും? എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഇപ്പോഴത്തെ ഒരു ഓഡിയൻസും അങ്ങനെ അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാ കൂടുതൽ. ഈ ഹോമോഫോബിക് ആയിട്ടുള്ള കമന്റ് പറയുന്നതും അത് ഭയങ്കര മാസായിട്ട് കാണുന്നതും ഭയങ്കര ആ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അത്രയും ഇത് വേണ്ട, ഇത് മൊത്തത്തിൽ വോക്കായി പോകുന്നു, മൊത്തത്തില് വോക്ക് കൾച്ചർ കൂടി, ഇതൊക്കെ വോക്ക് കൾച്ചറിനെ സപ്പോർട്ട് ചെയ്ത് ഇത് മൊത്തത്തിൽ എങ്ങോട്ടോ പോകുന്നു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. 2 ജെൻഡർ മതി, ട്രംപ് പറയും പോലെ 2 ജെൻഡർ മതി, അങ്ങനെ പോയാൽ മതി, അങ്ങനത്തെ രീതിയിലാണ് പറയുന്നത്. അത് സംഭവം എനിക്ക് തോന്നുന്നത് എല്ലാരും ഇപ്പൊ തൊപ്പിയാവട്ടെ അതില് പറഞ്ഞത് തന്നെ ഫൈസലിക്കനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് പറഞ്ഞത്. പുള്ളി അതിൽ പോൾ ഇട്ടായിരുന്നു, പുള്ളി അതിൽ പോൾ ഇട്ടായിരുന്നു, സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, ആദില നൂറെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, അതാ ഫൈസൽ. അപ്പോഴ് അല്ല LGBT സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞു. അതില് 90% ഇല്ല എന്നുള്ളതായിരുന്നു, നോട്ട് സപ്പോർട്ടഡ് ആയിരുന്നു. അപ്പോഴ് തൊപ്പി പറയുന്നുണ്ടായിരുന്നു വി ഡോണ്ട് സപ്പോർട്ട് LGBTQ. പക്ഷെ ആ ആദില നൂറയോട് ഹേറ്റില്ല. പിന്നെ ഫൈസലിക്ക ചെയ്തതിന് എന്താ തെറ്റ്? പുള്ളിക്കാരൻ അവിടെ വന്നപ്പോഴ് പുള്ളിക്കാരിയെ വെൽക്കം ചെയ്തു, ഫുഡ് നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തു. പിന്നീട് ആ ഒരു നിലപാടല്ലേ പറഞ്ഞത്, എന്താ പ്രശ്നം? അങ്ങനത്തെ രീതിയിൽ ന്യായീകരിക്കുകയാണ് ചെയ്തത്. പ്രശ്നമൊന്നുമില്ല. അല്ല, ഈ സപ്പോർട്ട് ഇല്ലായ്മയെന്ന് ഇപ്പോഴത്തെ കാലത്ത് അവർക്ക് സപ്പോർട്ട് വേണോന്ന് മറ്റേ ഇത്രയും ലോയും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോഴേ ശരിയാ. അവർ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഒന്നും ഉണ്ടാകാനും പോകില്ല. കാര്യം അവരിത്രയും എനിക്ക് തോന്നുന്നു അവരിപ്പം കുറെ ഫൈറ്റ് ഒക്കെ ചെയ്ത് അവര് നല്ല മൈൻഡൊക്കെ ഭയങ്കര ഇതായിരിക്കും. അതുകൊണ്ട് ഇനി അവരുടെ ഈ സാധനമൊക്കെ ഇപ്പം ഡിജിറ്റലി ഇങ്ങനെയൊക്കെ പറഞ്ഞെന്നും പറഞ്ഞിട്ട് അവർക്ക് വലിയ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ലാലേട്ടൻ തന്നെ ഭയങ്കര രീതിയിൽ ഇവർക്ക് വേണ്ടി സംസാരിച്ച് ഈ മലബാർ ഗോൾഡില് എത്ര നാള് ലാലേട്ടനായിരുന്നു. ഇടയ്ക്ക് വെച്ച് സംശയിച്ചവരെ ചെയ്ത് ലാലേട്ടന്റെ സ്വർണ്ണമാണോ ജ്വല്ലറി ആണോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു എത്ര നാള്. പിന്നെ മമ്മൂട്ടി കാതൽ അഭിനയിച്ചു. അതായത് അവർക്ക് ഇല്ലാത്ത കുഴപ്പമില്ല ഇവർക്ക്, അവരുടെ അത്ര ഫാൻ ബേസ് ഒന്നും ഇവർക്കില്ലല്ലോ. അല്ല, ചിലപ്പോ ഈ ഇങ്ങനത്തെ ഇപ്പൊ പണ്ടത്തിനെക്കാട്ടിയും കൂടുതൽ പേര് ഈ ഓപ്പൺ അപ്പ് ആകുന്നുണ്ട്. ഇപ്പം എനിക്ക് ഇതാണ് ഇഷ്ടം, എനിക്ക് ഇതാണ് സംഭവം എന്നുള്ള രീതിയിൽ ഓപ്പൺ അപ്പ് ആവുന്നത് ചില ആൾക്കാരുടെ ഒരു റിയാലിറ്റീനെ ബാധിക്കുന്നത് കൊണ്ടായിരിക്കും അവര് എക്സ്ട്രീം ചിന്താഗതിയിലോട്ട് പോകുന്നത്. അതിന് സാധ്യതയുണ്ട്. കാര്യം പഴയതുപോലെ അല്ല, ഇപ്പം കുറച്ചുകൂടെ ആൾക്കാർ ഓപ്പൺ അപ്പ് ആവുന്നുണ്ട്. അപ്പൊ അത് ചിലർക്ക് ചിലപ്പോ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂലായിരിക്കും, പാടായിരിക്കും. അപ്പൊ അതുകൊണ്ടായിരിക്കും അവര് കുറച്ചുകൂടെ. പണ്ടൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവരിത് മനസ്സിൽ തന്നെ വെച്ചേക്കും, ഇങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ ഓപ്പൺ അപ്പ് ആവാൻ ശ്രമിക്കൂലല്ലോ. അപ്പൊ ഇപ്പോഴ് എനിക്ക് തോന്നുന്നു കാലം മാറിയതിനനുസരിച്ചിട്ട് ആൾക്കാർ ഇതിലോട്ട് കൂടുതൽ ഓപ്പൺ അപ്പ് ആവുന്നത് ഈ പറഞ്ഞ കണക്ക് ചില അല്ല പണ്ട് ഈ ഇപ്പം പൊളിറ്റിക്സിന്റെ രീതിയിലാണെങ്കിൽ തന്നെ നമ്മുടെ മറ്റേ അയ്യപ്പന്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നല്ലോ, സ്ത്രീകളെ കയറ്റണം. ആ ഒരു പൊളിറ്റിക്കൽ ആ ഒരു തീരുമാനത്തിൽ തന്നെ കുറെ ആൾക്കാർ റൈറ്റ് വിങ്ങിലോട്ടൊക്കെ പോയിട്ടില്ലേ. അപ്പൊ അതേപോലെ ഇപ്പം അവർക്കും ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാകുമ്പോ മാറുന്നതായിരിക്കൂലേ. സ്വന്തം വീട്ടിൽ നടക്കുമ്പോഴാണല്ലോ പ്രശ്നം. സംഭവം എന്ന് പറഞ്ഞാൽ ഇതിന്റെ നമ്മള് മതവും കൂടെ റിലേറ്റ് ചെയ്യല്ലേ. മതവും കൂടെ ഉണ്ടല്ലോ ഈ ഒരു കമ്മ്യൂണിറ്റി ബേസ് ചെയ്തിട്ടുള്ളപ്പോഴ് അത്രയും ആൾക്കാർ അങ്ങനെയാണെങ്കിൽ ഇത് സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. അവർക്ക് ഈ ഒരു സാധനം സയൻസിനെ പറ്റിയൊക്കെ വായിച്ചതും അറിഞ്ഞതും ആയാലും അവര് ഒരു സ്പേസ് ഇട്ട് നിൽക്കും. കാരണം അത് മതമാണല്ലോ, അതല്ലേ മെയിൻ, അതല്ലേ എല്ലാം. അതുകൊണ്ട് ഒരു 10 അടി മാറി നിൽക്കുന്ന രീതി മതി, അങ്ങനത്തെ രീതിയിൽ സയൻസിനോട്. അല്ല, ഇത് ഏത്തിസ്റ്റ് ഇപ്പം ഏത്തിസം എന്ന് പറഞ്ഞ സംഭവമില്ലേ, ഏത്തിസ്റ്റുകൾ
ഏത്തിസ്റ്റിനും എതിരായിട്ടൊക്കെ ഭയങ്കര എക്സ്ട്രീം ആയിട്ട്, ഏത്തിസ്റ്റുകളും എക്സ്ട്രീം തന്നെ, പക്ഷെ മറ്റൊരു ഭയങ്കര എക്സ്ട്രീം ആയിട്ട് ഇവര് ഫൈറ്റ് പോലെയാണ് കൊണ്ടു നടക്കുന്നത്. അല്ലാണ്ട് ഒരു ഡിബേറ്റിനെക്കാട്ടിയും കൂടുതൽ ഒരു ഫൈറ്റ് എന്നുള്ള രീതിയിലാണ് മിക്കപ്പോഴും കാണപ്പെടുന്നത്. മിക്ക ആൾക്കാരും ഭയങ്കര അഗ്രസീവായി. ഈ മറ്റേ ആരിഫ് ഹുസൈൻ ഒക്കെ ഉണ്ടല്ലോ, പുള്ളി പറയണത് കുറെ ഭയങ്കര എക്സ്ട്രീം ഇസ്ലാമോഫോബിക് സാധനങ്ങളൊക്കെ പറയാറുണ്ട്. എന്നാലും പുള്ളി പറയുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഈ പുള്ളിയുടെ ഈ ചർച്ചയൊക്കെ മറ്റേ ഈ ഓപ്പൺ ഡിസ്കഷൻ പോലെയൊക്കെ വയ്ക്കും. അപ്പൊ ഇങ്ങനെ അവരൊക്കെ സംസാരിക്കണം മറ്റേ വെട്ടിക്കൊല്ലണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയൊക്കെയാണ് വന്ന് നിന്ന് സംസാരിക്കും. എന്തൊരു ഇതാണ്. അത് ചിലപ്പോ പുള്ളി പറയണത് കേട്ടാലും ചിലപ്പോ ദേഷ്യം വരും. അങ്ങനെ ഇപ്പം അത് ഭയങ്കര രീതിയിൽ കുത്താൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലേ അത്രയും അല്ല നീ മണ്ടനാണ് എന്നുള്ള രീതിയിൽ പറയുന്നത്. അത്രയും ആ ഒരു കണ്ടീഷൻ ചെയ്ത ആൾക്കാർക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അത് പതുക്കെ സബ്റ്റിലായിട്ട് ഇപ്പൊ തന്നെ ആദില നൂറയുടെ കേസ് തന്നെ, ബിഗ് ബോസിലെ കാര്യം, എത്രയോ പേർക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്, എത്രയോ ഫാൻസ് ഉണ്ട്, എല്ലാ കമ്മ്യൂണിറ്റിയിൽ നിന്നും, അത് ഇന്ന കമ്മ്യൂണിറ്റിയിൽ നിന്ന് മാറി അങ്ങനെയൊന്നും അല്ല, എല്ലാ മിക്കവർക്കും ഫാൻസ് ഉണ്ട്. കാരണം അവരുടെ ആ ഒരു ഹ്യൂമാനിറ്റി, ആ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ അവർക്കൊരു ഇഷ്ടം തോന്നുമല്ലോ സ്വാഭാവികമായിട്ട്. അങ്ങനെ ഉണ്ട്. ഇവര് ലെസ്ബിയൻ ആണ് വേണ്ട അങ്ങനെയൊന്നും വെക്കാൻ പറ്റൂലല്ലോ. അത് സത്യം അവരെ ഹേറ്റ് ചെയ്യാനും. നമുക്കിപ്പം LGBT സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നമ്മളിപ്പം അവരെ അങ്ങനെയാണ് ആ ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അവരെന്തെങ്കിലും ഹ്യൂമൻ ഫ്ലോക്സോ നമുക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കണ്ടാൽ നമുക്ക് വെറുപ്പം തോന്നും. അല്ല അപ്പോഴേ അവര് ഈ സാധനം ഇറക്കും, അപ്പോഴേ ഈ കാർഡ് ഇറക്കും. അത്രയും നാള് പറയാതിരിക്കുക. അപ്പൊ അത്രയും നാള് മറ്റേ നല്ല കുട്ടികള് മറ്റേ ഇതാണ്, അപ്പോഴും മറ്റേ ലെസ്ബിയന്റെ സാധനം ഒന്നും പറയത്തില്ല. ഇവരെന്തെങ്കിലും നെഗറ്റീവ് സാധനം എടുക്കുമ്പോ അപ്പൊ LGBTQ ആയതുകൊണ്ടാണ്. അല്ല അങ്ങനെയുണ്ട്. ഇപ്പം മതപരമായിട്ടുള്ള സാധനമാണെങ്കിലും അത് പറയുമ്പോൾ ഈ ചിലര് ഇന്ന കമ്മ്യൂണിറ്റി ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, അങ്ങനത്തെ ഒരു സാധനം ഇടാറുണ്ട്. നല്ല സാധനങ്ങൾ ചെയ്താൽ അത് പറയാറില്ല. റോങ് സാധനങ്ങൾ എന്തെങ്കിലും ചെയ്താൽ അപ്പം ടാഗ് ലൈൻ വേറെ എന്തെങ്കിലും ടാഗ് കൂടി അതേപോലത്തെ പരിപാടിയാണ് ഇവരും ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യും, ഇത് ചെയ്യും എന്ന് പറയുന്നത്. ഇപ്പൊ മറ്റേ തെറിവിളി ഇൻഫ്ലുവൻസ് ചെയ്യൂ, തെറിവിളി അല്ല ഇൻഫ്ലുവൻസ്, യഥാർത്ഥത്തിൽ ഇതൊക്കെയാണ് ഇൻഫ്ലുവൻസ് ആവുന്നൊക്കെ പറയണത്. ആക്ച്വലി തെറിവിളി നല്ല ഇൻഫ്ലുവൻസ് ആണ്. ഞാൻ ഇപ്പം ഓണസ്റ്റ്ലി പറയുകയാണെങ്കിൽ ഞാനാണ് എനിക്ക് തോന്നുന്നത് ഈ കൂട്ടത്തിൽ കൂടുതൽ തെറിവിളിക്കുന്നത് തോന്നുന്നു. അതായത് ചെറുപ്പത്തില് നമ്മളങ്ങനെ കേട്ട് അങ്ങോട്ടും പറഞ്ഞു ഇങ്ങോട്ടും പറഞ്ഞു അങ്ങനെ ആയതാണ്. അതിന്റെ ബുദ്ധിമുട്ട് എനിക്ക് ഇപ്പോഴും നല്ല പോലെ ഉണ്ട്. അത് മാറ്റണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അത് ഇൻഫ്ലുവൻസ് ആവുന്ന ഒരു സാധനം. കാര്യം ചെറിയ തൊപ്പി തന്നെയാണ് ആ ഒരു ഇതില് പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കുട്ടികള് ഈ ഞാൻ തെറി വിളിക്കണാണല്ലോ ഇൻഫ്ലുവൻസ് ആവണേന്ന് പറഞ്ഞിട്ട് അതിനെ ന്യായീകരിക്കുകയാണ്. മനസ്സിലായില്ലേ? അത് സത്യം പറഞ്ഞ കൊച്ചുകുട്ടികള് അതൊക്കെ പെട്ടെന്ന് നോർമലൈസ് ആവും, പെട്ടെന്ന് അവരുടെ മൈൻഡിൽ കയറും. എന്റെ ചേട്ടന്റെ മോനുണ്ടല്ലോ, മോൻ വന്നിട്ട് അണ്ണന്റെ അടുത്ത് ചോദിച്ചു, നിന്റെ അപ്പാപ്പൻ അതെന്താണെന്ന് ചോദിച്ചു. എന്താണെന്ന് ചോദിച്ചു. എത്ര വയസ്സുള്ള വെച്ച്? 1ാം ക്ലാസ്സിലാണ് കണ്ട പഠിക്കുന്നത്. 1ാം ക്ലാസ്സിലെ ഇത്ര വലിയ തെറിയൊക്കെ വിളിക്കും. ഞാൻ പറയാം, ചെറിയ പ്രായത്തിലൊക്കെ നമുക്ക് ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര മാസാണ്. ഇപ്പൊ ഒരാള് ഭയങ്കര ഹീറോ സാധനം എന്നുള്ള രീതിയാണ് തെറി വിളിക്കുക, മറ്റേ മാച്ചോ, ആ ഒരു മൈൻഡ് സെറ്റൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്, അല്ല ഇല്ലാന്നല്ല. അപ്പം അത് ഇങ്ങനെ മൈൻഡ് സെറ്റിൽ ഇത് വന്നിട്ട് ഇത് കുറെ നാൾ നമ്മുടെ ഇതിൽ കാണും, ഈ തെറിവിളിയുടെ ഒരു നിഘണ്ടു നമ്മുടെ കയ്യിൽ കാണും. ഇപ്പോഴും ചിലപ്പോൾ പല സമയത്ത് ഇങ്ങനെ പൊട്ടിത്തെറിക്കേണ്ട സാഹചര്യങ്ങൾ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു പോകും. ദേഷ്യം വരുമ്പോഴൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞു പോകും. അതുകൊണ്ടാണ് അതിങ്ങനെ മാറ്റണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അത് മഹാരാഷ്ട്രം സ്ട്രെസ് ടൈം എടുക്കും. അതാ. അപ്പൊ ഇവര് പറയണ ഇത് ഇൻഫ്ലുവൻസ് ആവൂല എന്ന് പറയുന്നത് എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇൻഫ്ലുവൻസ് ആവും, ചെറിയ പ്രായത്തിലൊക്കെ ആകുമ്പോൾ എന്തായാലും ഇത് ഇൻഫ്ലുവൻസ് ആവും. പക്ഷെ മറ്റേത് ഇൻഫ്ലുവൻസ് ആവുന്നാണ് പറയുന്നത്. അത് ഇൻഫ്ലുവൻസ് എങ്ങനെ ആവണം? ആവാൻ ഒരു വഴിയില്ല. കാരണം അവര് ജനിക്കുമ്പോഴേ തന്നെ അവരുടെ ഉള്ളിലുള്ള ഒരു സാധനം എങ്ങനെ അത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ വെക്കും? അങ്ങനെയാണെങ്കിൽ ഹെറ്ററോസെക്ഷൽ ആയിട്ടുള്ള ആൾക്കാരെ ഹോമോസെക്ഷൽ ആക്കാൻ പറ്റൂലേ? അങ്ങനെ പറ്റൂലല്ലോ. ഹെറ്ററോസെക്ഷൽ ആയിട്ടുള്ള ആൾക്കാരെ ഹോമോസെക്ഷൽ ആക്കാൻ പറ്റൂലല്ലോ. അത്
അതൊക്കെ ഭയങ്കര വിഷയാവൂലേ? അതൊന്നും പറ്റില്ല. അതാണ്. അല്ല, ഇപ്പൊ ഹെട്രോസെക്ഷൽ ആയിട്ടുള്ള ഒരാളെടുത്ത് ഹോമോസെക്ഷൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഹോമോസെക്ഷൽ ആയിട്ടുള്ള ഒരാളെടുത്ത് ഈ നമ്മൾ ഹെട്രോസെക്ഷൽ ആവാൻ ഇപ്പൊ നമ്മളടുത്ത് വന്നിട്ട് ഇങ്ങനെ ഒരാൾ വന്നിട്ട്, ഇപ്പൊ ഞാൻ ഹെട്രോസെക്ഷൽ ആണ്, അപ്പൊ എന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഒരു ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആവണം എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒരാൾ പ്രഷർ ചെയ്തുകൊണ്ടിരുന്ന നമുക്ക് എന്തോരം വീർപ്പൂട്ടലുണ്ടാവും. അതേപോലെ അനുഭവിക്കുന്നത്. അതെ. അല്ല, നമ്മളിപ്പോ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ഒരു നമുക്കാണെങ്കിലും ഈ ഒരു ഇപ്പോൾ ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ഒരു ഹേറ്റ്നെസ് വന്നു തുടങ്ങിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നമ്മൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഈ ഒരു തരത്തിലുള്ള സെക്ഷൽ ഹരാസ്മെന്റ് ആണുങ്ങളുടെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടാവാറുണ്ട്. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഈ പറയുന്ന ആണുങ്ങൾ പെണ്ണുങ്ങളെ മാത്രമേ ഇങ്ങനെ ഹറാസ് ചെയ്യാറുള്ളെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. പറഞ്ഞ കണക്ക് ഒരു 1-2 തവണ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഒരു തവണ ഉണ്ടായിട്ടില്ല, അപ്പൊ തന്നെ കൊടുത്തു. ഞാനും അപ്പൊ തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷെ പ്രതികരിക്കാതിരിക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പൊ ഇങ്ങനത്തെ അതെ. അല്ല, അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു ഹേറ്റ്നെസ് വരും. ഈ ഹോമോസെക്ഷൽ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവർക്ക് ഈ ഒരു ഓർമ്മയാണ് വരണത്. ഇപ്പം അതും ഒരു സാധനമാണ്, അതൊരു പ്രശ്നമാണ്. അത് നമ്മൾ അഡ്രസ് ചെയ്യാതിരിക്കുന്നത് ശരിയല്ല. ഇപ്പൊ ആ ചെയ്ത ആൾ ആക്ച്വലി ഒരു പെർവേർട്ടാണ്, അല്ലാതെ അതില് ഹോമോസെക്ഷാലിറ്റി ഹെട്രോസെക്ഷാലിറ്റി ഇല്ല, ആക്കണമെന്നില്ല. അതാണ് ഒരു സംഭവം. പക്ഷെ നമുക്ക് ആ സമയത്ത് അറിയില്ലല്ലോ. ഇപ്പോഴും അനുഭവിക്കുന്ന ആളായാലും അറിയത്തില്ല. കൊച്ചു പിള്ളേരൊക്കെ ആണെങ്കിൽ ദേഷ്യം വരിക അല്ലെങ്കിൽ ഹേറ്റ്നെസ് വരിക എന്നുള്ളത് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ സയന്റിഫിക് എക്സ്പ്ലനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും. പക്ഷെ ഇപ്പോഴാണ് വീണ്ടും നമുക്ക് സംസാരിക്കാനും, ഇപ്പോഴത്തെ ജനറേഷനിലുള്ള പേരൻസ് ഇത് സംസാരിച്ചാലും മനസ്സിലാവാന്നുള്ള ആൾക്കാരും ഒരുപാട് പേരുണ്ട്. പണ്ട് ഇതൊന്നും അറിയില്ലായിരുന്നല്ലോ ഒരു ഇത് സംഭവം. പിന്നെ എനിക്ക് തോന്നുന്നു ഈ പാരന്റ്സിന്റെ ഒരു സംഭവം ഇതുണ്ട്, ഒരു ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. അതായത് ഇപ്പം മറ്റേ ഈ ലക്ഷ്മിയൊക്കെ ഈ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവമൊക്കെ പറയാൻ കാര്യവും അവരതിൽ പറഞ്ഞത് എനിക്ക് തോന്നുന്നു അവരുടെ മകൻ ഇത് കണ്ട് അതെ, മകൻ കാണുന്ന പ്രോഗ്രാമാണ്, മകൻ ഇൻഫ്ലുവൻസ്ഡ് ആവും, അങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ട്. അപ്പൊ ഈ മാതാപിതാക്കളായിട്ടുള്ളവർക്കും ചിലപ്പം അവരുടെ മകൻ അല്ലെങ്കിൽ മകൾ ഇങ്ങനെ ഒരു ഹോമോസെക്ഷൽ ആവരുത് എന്നുള്ളൊരു മൈൻഡ് സെറ്റും കൂടെ കാണും. അപ്പൊ ആ ഒരു രീതിയിൽ മാറ്റം വരേണ്ടതാണ്. അതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞു കഴിഞ്ഞാൽ മാറ്റം വരേണ്ടതാണ്. നമ്മുടെ മാതാപിതാക്കൾ തന്നെ മറ്റേ എഞ്ചിനീയറിങ്ങോ അല്ലെങ്കിൽ ഇതേ പഠിക്കാവൂ എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ മൈൻഡ് സെറ്റ് ഉള്ളവര് കുറച്ച് അപ്ഗ്രേഡ് ആയി കാണതേ ഉള്ളൂ. അവരുടെ അടുത്ത് ഈ സെക്ഷുവാലിറ്റിയെ മാറണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കൂ. അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടാ. അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നവര് ഭയങ്കര റെയറും ആയിരിക്കും. ഇതൊക്കെ കുറെ ടൈം എടുത്ത് പതുക്കെ മാറി വരുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഗൈസ്, ഈ സംഭവം ഈ 2025 ഇതിനെപ്പറ്റി ചർച്ച ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര മോശകരമായിട്ട് തോന്നുന്നു. ഇങ്ങനെ ഒരാളെ അവരുടെ ഒരു സെക്ഷൽ ഓറിയന്റേഷൻ കാരണം അവരെ വീട്ടിൽ വിളിച്ചത് മോശമായി പോയി എന്ന് തോന്നുന്നത് ആ ഒരു സംഭവം അത് ചർച്ച ചെയ്യപ്പെടേണ്ടത് ഭയങ്കര മോശമാണ്. അത് ചർച്ച ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നത് തന്നെ ഭയങ്കര മോശമാണ്. അപ്പൊ എന്തായാലും നിങ്ങളുടെ അഭിപ്രായവും നിങ്ങൾ പറയുക. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, നിങ്ങളിത് സപ്പോർട്ട് ചെയ്യുന്നില്ലേ എന്നുള്ളതല്ല ചോദിച്ചത്. പക്ഷെ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളതാണ്. സപ്പോർട്ട് ചെയ്യുന്നില്ലേ എന്ന് അറിഞ്ഞിട്ട് വലിയ കാര്യമില്ല. നിങ്ങളുടെ അഭിപ്രായം പറയാം. നിങ്ങൾക്കിപ്പോ വെറുപ്പ് തോന്നുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അവർക്ക് അതേ പറ്റുള്ളൂ. അതിൽ ഡിഫറൻസ് ഇല്ല. ഇപ്പൊ സപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞ് ഒരുപാട് പേര് അങ്ങനെ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളൊന്നും അവര് അങ്ങനെ തന്നെ ജീവിച്ചു. നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ കാര്യങ്ങൾ എന്താണ്, അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ അതിനുള്ള റീസൺ അതെന്താണെന്നുള്ളത് ആഗ്രഹമുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക. പിന്നെ നമുക്ക് എന്താണ് റീസൺ തോന്നിയ കാര്യമൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ചിലപ്പം അതിനോട് യോജിക്കാം അതിന്റെ കാര്യങ്ങൾ നിങ്ങൾ പറയാം. എനിക്ക് നമ്മൾ പറഞ്ഞതിൽ എന്തെങ്കിലും ശരിയുണ്ടോ ഒക്കെ ഉള്ളത് കമന്റ് ചെയ്യുക. അപ്പൊ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഹൈപ്പ് കൂടെ ചെയ്യുക. ഇനി നമ്മൾ ടോപ്പിക്സുമായിട്ട് വ്യത്യസ്തമായിട്ടുള്ള എപ്പിസോഡുകളും അതേപോലെ ഫൈസലൊക്കെ ചെയ്ത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ചോദിച്ച് നമ്മൾ വരുന്നതാണ്. അതെ, അടുത്ത മലബാർ എപ്പിസോഡുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോ പുതിയൊരു എപ്പിസോഡ് വരുന്നത് വരേക്കും ബൈ.